and Sri Karthikeyan, Abraham Ren, then Shimbashekar. എല്ലാവരും ഉണ്ട്. ഇവിടെ ആ ബഡ്ജറ്റ് തയ്യാറാക്കുക, അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഉദ്ധാനമാണ്. കുറച്ച് കാലത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം വെച്ച് വളരെ ശ്രദ്ധാപൂർവം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടുതൽ ശക്തമായിട്ട് നടത്തുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ആ ബഡ്ജറ്റിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേരളത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ മുൻപ് വെച്ചിരുന്നത് പോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെ നേരിടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായി വെച്ചത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളനുസരിച്ച് നോക്കിയാൽ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക വളർച്ചയെക്കാളും അധികം കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും സാമ്പത്തിക രംഗത്ത് കുറച്ചുകൂടി ധന ദൃഢീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്നത്. കാരണം നമ്മുടെ കണക്കുകൾ അനുസരിച്ചിട്ട് നമ്മുടെ ഈ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇത് കിട്ടിക്കാണും, ബഡ്ജറ്റ് ഇൻ ബ്രീഫിനകത്ത് വളരെ വിശദമായിട്ട് കാര്യങ്ങളുണ്ട്. എങ്ങനെയായിരുന്നു നമ്മുടെ ധനമേഖലയിൽ കടത്തെ സംബന്ധിച്ചൊക്കെയുള്ള നേരത്തെ ഉള്ള വലിയ ആശങ്കകളുണ്ട്. കേരളം കടക്കടിയിലാണ്, അതുകൊണ്ട് കടമാകെ വർദ്ധിക്കുന്നു. അപ്പം ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ നമ്മൾ സാധാരണഗതിയിൽ റവന്യൂ ഡെഫിസിറ്റും അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റും ആണ് പറയുക. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്, നേരത്തെ കോവിഡ് കാലത്ത് നമുക്ക് 4.5 വരെ റവന്യൂ ഡെഫിസിറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. അത് 4.11 3.9 ആണ് ഈ വർഷം, കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിച്ചത്. അത് 3.61 നമ്മുടെ 2022-23 ഇപ്പോഴത്തെ ഈ ധനകാര്യ വർഷം 3.91 ആയിരുന്നു നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ്. അത് 3.60 വരും. അടുത്ത വർഷം അത് 3.5 ആകും എന്ന നിലയിലേക്ക് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കമ്മിയുടെ കാര്യത്തിനകത്ത്, ധനക്കമ്മിയുടെ കാര്യത്തിൽ കുറവ് വരുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ ആകെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്തും കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ അനുസരിച്ചുണ്ടായിരുന്നതിനേക്കാളും നമുക്ക് 1.5% 37.3 പകരം 36 നമുക്ക് ആ കമ്മി ആകെയുള്ള കടം കുറയുന്നുണ്ട്. അപ്പോൾ കടത്തിൻ്റെ കാര്യത്തിൽ നല്ല കൺട്രോൾ വന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് നമ്മളൊരു ആ മേഖലയിൽ ഉണ്ടായ ഒരു മെച്ചമാണ്. പിന്നെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം, അല്ലെങ്കിൽ രാജ്യത്തെ ആയാലും നോക്കേണ്ടത്, നമുക്ക് ആകെയുള്ള ഒരു ധനാഗമന മാർഗത്തിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ ഒക്കെ എങ്ങനെയാണ്. നമുക്ക് ബഡ്ജറ്റിൻ്റെ ഭാഗത്തും അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടാക്സ് വരുമാനത്തിനകത്ത് കാര്യമായ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കോവിഡ് കാലമായിരുന്നു, വലിയ ദുരിതങ്ങളുടെ കാലമായിരുന്നു 2020-21. അന്ന് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ടാക്സ്, സ്റ്റേറ്റിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 47,660 കോടിയായിരുന്നു. അന്ന് മറ്റ് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ കൂടെ വരുമ്പം അത് 77,327 അങ്ങനെ ആ സമയത്തുണ്ടായിരുന്നേക്കാളും അടുത്ത വർഷം വന്നപ്പോൾ 21-22 58,340 കോടി രൂപ നമുക്ക് ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂ 10,000 കോടി രൂപയും എന്ന നിലയിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 74,097 കോടി ടാക്സ് വരും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. പക്ഷെ അത് 70,118 വരും. അത് പറയുമ്പോൾ 58,000 കോടിയിൽ നിന്ന് 70,000 നല്ലൊരു വർധന ആ രംഗത്ത് വരുന്നുണ്ട്. അതുപോലെ നോൺ ടാക്സ് റവന്യൂവിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 11,000 കോടിയാണ്. അത് 15,000 കോടിയിലേക്ക് റിവേഴ്സ് എസ്റ്റിമേറ്റ് വരുന്നുണ്ട്. അപ്പം എല്ലാ മേഖലയിലും സാമ്പത്തികമായിട്ട് നല്ല വർധന വരുന്നുണ്ട്. അടുത്ത വർഷവും ഇതേപോലെ വർധന വരുമെന്നാണ്. ഞാൻ ഈ 2 കണക്കുകൾ പറഞ്ഞത് സംസ്ഥാനം ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് നിരന്തരമായി വിമർശനം വരും. പ്രതിപക്ഷം സാധാരണ വിമർശനം ഉന്നയിക്കുക സ്വാഭാവികമാണ്. അവർ മാത്രമല്ല, വിമർശകരായിട്ടുള്ള മറ്റും ഉന്നയിക്കും. പക്ഷെ നമുക്ക് ഇക്കാര്യത്തിനകത്ത് വന്നിട്ടുള്ള നല്ല ഒരു ഗ്രോത്ത് എടുത്തു പറയേണ്ടതാണ്. അതിനകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെയും ഈ മേഖലയെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ചെയ്ത വലിയൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നമുക്ക്
ഒരു ബഡ്ജറ്റ് സംബന്ധിച്ച് പറയുമ്പം അതിനകത്ത് നല്ല കാര്യങ്ങളും വിമർശനമുള്ള കാര്യങ്ങളും ഉണ്ടാവും. വിമർശനമുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും കൂടുതൽ നമ്മൾ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നു. ഈ GSTയുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ 25% കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തേക്ക് 25% ഗ്രോത്താണ്. ചെറിയ ഗ്രോത്ത് അല്ല. 24,000 കോടിക്ക് താഴെയുള്ളതിൽ നിന്ന് 30,000 കോടിയിലേക്ക് വരുവാണ്. അപ്പോൾ ഇത്രയും വർധന ഉണ്ടായിട്ടും പിന്നെ എന്താണ് കേരളത്തിൻ്റെ പ്രശ്നം? കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥത്തിൽ വളരെ വിവേചനപരമായ സമീപനം കേരളത്തോട് കാണിക്കുന്നു. നമുക്ക് ആവർത്തിക്കേണ്ട കാര്യമില്ല, കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. നമ്മുടെ സെൻട്രൽ ടാക്സ് ഷെയറിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല വരുന്നതെന്നുള്ള വിമർശനം നമുക്കുണ്ട്. അതിൻ്റെ കണക്കുകളുണ്ട്. അതിൻ്റെ എല്ലാ കണക്കുകളും ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഏകപക്ഷീയമായി സംസ്ഥാനത്തിൻ്റെ ഫിസിക്കൽ ഫ്രീഡത്തെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ വന്നൊരു കത്ത്, മിനിഞ്ഞാന്ന് രാത്രി, ഞാൻ ഇന്നലെ സഭയിൽ അത്രയും പറഞ്ഞില്ല, നിങ്ങളുടെ ശ്രദ്ധ ചിലർക്കൊക്കെ പെട്ട് കാണും. 2,700 കോടി രൂപ ഈ ക്വാർട്ടറിൽ 3 മാസത്തേക്കുള്ള നമുക്ക് കിട്ടേണ്ട പണത്തിനകത്ത് 2,700 കോടി ഇന്നലെ വെട്ടിച്ചുരുക്കിയിട്ട് ഒരു കത്ത് വന്നു. എന്ന് പറഞ്ഞാൽ ഇനി 937 കോടിയാണ് ഈ വർഷത്തേക്ക്, ഈ അടുത്ത 3 മാസത്തേക്ക്, ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് ഗവൺമെന്റിന് ആകെ കിട്ടുന്നത് 937 കോടി രൂപയാണ് ബോറോയിങ്. എന്ന് പറഞ്ഞാൽ 2,769 കോടി രൂപ അവർ വെട്ടിക്കുറച്ചു. കിഫ്ബി മറ്റു പറഞ്ഞിട്ടാണ്. നമ്മളോട് നേരത്തെ പറഞ്ഞില്ല, നമ്മളിവിടുന്ന് കൊടുത്ത ഡിമാൻഡ് 17,000 കോടിയുടെയാണ്. എന്തായാലും സാധാരണഗതി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൾ അനുസരിച്ച് 8,000-ലധികം കോടി കിട്ടേണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം തുറന്നു പറയുന്നതിന് എനിക്ക് മടിയില്ല. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് സാമ്പത്തിക ചെലവ് നല്ലതുപോലുള്ള സംസ്ഥാനമാണ്. ആ ചെലവ് ഏതാണ്ട് ദുർമേധസ് ചെലവൊന്നുമല്ല. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ മാത്രം 11,000 കോടിയാണ് നമ്മൾ ഒരു വർഷം കൊടുക്കുന്നത്. 11,000 കോടി. അതിനകത്ത് വലിയ വർധന കഴിഞ്ഞ കാലത്ത് വന്നിട്ടുണ്ട്. 30 ലക്ഷത്തോളം ആളുകൾ ഈ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും വർധന വന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 1,600 രൂപ വെച്ച് മുമ്പ് വളരെ അപൂർവമായിട്ട് ഒരു വർഷം 200 കോടി രൂപ മാത്രം ആണ് UDF ഗവൺമെൻറ് കാലത്ത് ഒരു മാസം ചിലവാകുന്നത്. ശരാശരി കണക്ക് ഒരു മാസം. ഇപ്പോൾ അത് 900 കോടി മേളിലാണ്. അപ്പോൾ ഈ തരത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി രംഗത്ത് ചിലവാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ധാരാളം വികസന കാര്യങ്ങൾ നടത്തുന്ന, ഞാൻ സോഷ്യൽ സെക്യൂരിറ്റിയും അതിനകത്ത് ആശുപത്രി, പ്രായമുള്ളവരുടെ കാര്യം, ഇതുപോലെ വയോജനങ്ങൾക്ക് സഹായം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ധാരാളം വികസന കാര്യങ്ങൾ നടത്തുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചിലവ് വരുന്നുണ്ട്. അതിന് സാധാരണഗതിയിൽ എല്ലാ നിയമത്തിനും അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ബോറോയിങ് സ്പേസ് ഉണ്ട്. ആ ബോറോയിങ് സ്പേസ് കടമെടുക്കാനുള്ള നിയമപരമായ അവകാശം എന്ന് പറഞ്ഞാൽ, ഏതൊരു മനുഷ്യനും കടമെടുക്കുമ്പോൾ, നിങ്ങൾ ബാങ്കിൽ പോയി കടമെടുക്കുമ്പോൾ വീട് വെക്കാനോ ഒരു കാറ് വാങ്ങിക്കാനോ കടമെടുക്കുമ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ലോൺ തരുന്നത്. നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ വരുമാനം നോക്കിയിട്ടാണ്. അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന് കടമെടുക്കാനുള്ള പരിധി ഏകപക്ഷീയമായിട്ട് വെട്ടിക്കുറയ്ക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് ഇതേ കാര്യത്തിൽ അവർക്ക് ഇപ്രാവശ്യം അവരുടെ ഇന്ത്യ ഗവൺമെന്റ് GDP-യുടെ 6.4% എടുത്തതെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ വർഷം നമ്മൾ 3.44 എത്തി. ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുന്നു. ആ കടമെടുക്കുന്നതിൻ്റെ പരിധി വെട്ടിക്കുറയ്ക്കുന്നത് മാത്രമല്ല, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും അതുപോലെ തന്നെ കിഫ്ബി പോലുള്ള ഏജൻസികൾ നമ്മൾ കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് ഗ്യാരണ്ടി കൊടുത്തെടുക്കുന്ന പണം കൂടി നമ്മുടെ കടത്തിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ 3 മാസക്കാലത്തേക്ക് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് മാർച്ച് മാസം ആകുമ്പോൾ വലിയ തോതിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ വരുന്ന മാസം, ആ സമയത്താണ് കേവലം 937 കോടി രൂപയായിട്ട് കേരളത്തിൻ്റെ ബോറോയിങ് വെട്ടിക്കുറച്ചിട്ട് ഇന്നലെയാണ് കത്ത് വന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സമീപനം എടുക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്തിന് സാമ്പത്തിക രംഗത്ത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു സ്ഥിതിയുണ്ട്. ആ സമയത്താണ് നമ്മൾ ഈ ബഡ്ജറ്റിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഫിസിക്കൽ കൺസോളിഡേഷൻ്റെ കാര്യത്തിനകത്ത് നല്ലതുപോലെ കാര്യങ്ങളിൽ നല്ല നിയന്ത്രണം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. എന്നാൽ ഈ കാര്യങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ കഴിഞ്ഞൊരു വർഷത്തെ എക്സ്പീരിയൻസ് എടുത്താൽ ഏതെങ്കിലും കാര്യത്തിന് കാര്യമായ ഒരു വെട്ടിക്കുറവും വരാതെ, അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് പൊതുവിൽ സ്പെൻഡിങ് നിർത്തിക്കൊണ്ടല്ല പോകുന്നത്. ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം പറയുന്നതാണ്. ഒരു കുഴപ്പമുണ്ടാവാതെ പോവാം. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കാരണം ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ഈ സാഹചര്യം സാധാരണഗതിയിൽ ഈ ബഡ്ജറ്റ് രൂപീകരിക്കുമ്പോൾ അതിനകത്ത് ഹാർഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എന്നുള്ള പദം തന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ല, ഒട്ടും സോഫ്റ്റ്നെസ് ഇല്ല. നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല. ഒരു വശത്തും രണ്ട് വശത്തും കേന്ദ്രത്തിന്റെ ധനകാര്യ നിയമങ്ങളുടെ ആ പരിധിക്കകത്ത് അല്പം പോലും ഫ്ലെക്സിബിലിറ്റി ഇല്ല. ടാക്സ് സ്വന്തമായിട്ട് കളക്ട് ചെയ്യണമെങ്കിൽ തന്നെ വളരെ ചെറിയ ഇപ്പോൾ അവകാശങ്ങളേ ഉള്ളൂ. ടാക്സ് കളക്ട് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. GST ആണ്. GST തന്നെ വെട്ടിക്കുറച്ച് 16% ഉണ്ടായിരുന്ന നമ്മുടെ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ
ഏകദേശം 100 രൂപയ്ക്ക് 16 രൂപ വെച്ച് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാലത്ത് അതിൽ നിന്ന് നമ്മുടെയൊക്കെ എതിർപ്പോട്ട് ഞങ്ങളുടെ അഭിപ്രായപ്പെടുന്നുണ്ട്, ലക്ഷറി ഐറ്റങ്ങളുടെ വലിയ കൂടി ലക്ഷറി ഐറ്റങ്ങളുടെ എല്ലാം ടാക്സ് കുറച്ച് അത് ഏറ്റവും സാധാരണ സാധനങ്ങളുടെ ടാക്സ് കൂട്ടുന്ന തരത്തിലേക്ക് ഒരു നയം വന്നു. അതിനകത്ത് അതിൻ്റെ ഭാഗമായിട്ട് ടാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് 11% കുറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയുള്ള 11% എന്ന് പറയുമ്പം ആ ശതമാനം കൂടെ കിട്ടുമായിരുന്നെങ്കിൽ, പഴയ ശതമാനം ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഈ വർഷത്തെ ടാക്സ് നമുക്ക് GST കിട്ടാൻ പോകുന്നത് 30,000 കോടിയിലധികം. നേരത്തെ ഉണ്ടായിരുന്ന ടാക്സ് റേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പിന്നെ ആകെ ഉള്ളതിൻ്റെ 16 നിന്ന് 11 ആകുമ്പോൾ ഏകദേശം 3 കുറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ 2 ഭാഗമാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന 30,000 കോടി രൂപയുടെ കൂടെ ഒരു 14,000 കോടി അല്ലെ 12,000 കോടിയെങ്കിലും അധികം കിട്ടേണ്ടതായിരുന്നു നമ്മുടെ പഴയ റേറ്റ് അനുസരിച്ച്. ആ റേറ്റാണ് വെട്ടിക്കുറച്ചത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ടാക്സ് ചെയ്യാനുള്ള അവകാശമില്ല. സംസ്ഥാനങ്ങളോട് ഇഷ്ടമില്ലെങ്കിൽ CSS സ്കീമിൽ വെട്ടിക്കുറയ്ക്കും, അല്ലാതെ ഉള്ളത് വെട്ടിക്കുറയ്ക്കും, ഏറ്റവും പ്രധാനമായ നിത്യനിദാന ചെലവിനുള്ള പണം പോലും വെട്ടിക്കുറയ്ക്കും. ഇങ്ങനൊരു സ്ഥിതി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് അതിനെതിരെ നമ്മൾ ഭരണഘടനാപരമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലെല്ലാം കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ എങ്ങനെ കേരളം മുന്നോട്ട് പോകും? കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവണം, കൂടുതൽ തൊഴിലുണ്ടാവണം. അതിന് പ്രാധാന്യം കൊടുക്കാൻ ഈ ബഡ്ജറ്റ് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാനാണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സസും സ്കോപ്പും എന്താ? കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും ലോകമാകെ പോയി ജോലി ചെയ്യുന്ന വലിയ തൊഴിൽ സേനയും നമുക്കുണ്ട്. ആ തൊഴിൽ സേനയെ കുറച്ചുകൂടി എക്വിപ്പ് ചെയ്യുകയും ലോക മാർക്കറ്റിൽ കേരളത്തിൻ്റെ സ്ഥാനം പല മേഖലയിലുണ്ട്, അത് കുറച്ചുകൂടി ഇവിടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചിലത് ആലോചിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ടെക്നോളജി, സയൻസും ആ രംഗത്തൊക്കെയുള്ള നേട്ടങ്ങൾ, കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ, അതിന് ചെയ്ത കുറേ കാര്യങ്ങൾ ബഡ്ജറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ വർക്ക് നിയർ ഹോം ആയാലും, സയൻസ് പാർക്കുകളായാലും, പുതിയ റിസർച്ച് സെൻറ്റേഴ്സ് ആയാലും ഒക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സ്റ്റെപ്പുകൾ കുറേ തുടങ്ങിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഉള്ള എക്കണോമിക് ഗ്രോത്ത് നോക്കിയാൽ അതിൻ്റെ കണക്കുണ്ട്. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം 37%, 40% 5 വർഷത്തിനകം നമ്മൾ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകൾ പെർ ക്യാപിറ്റ ഓരോ മനുഷ്യനും കിട്ടുന്ന വരുമാനത്തിലാണ് ഈ 40% വരുമാനം വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഈ പൊതുവിലുള്ള വരുമാനം വർദ്ധിക്കുന്നുണ്ട്, ജീവിത സാഹചര്യങ്ങൾ മെച്ചമുണ്ടാകുന്നുണ്ട്. ആ പ്രവർത്തനം ഇനി നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലെ കൃഷിയും അതുപോലെ വ്യവസായവും സർവീസ് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ കുറേയേറെ പ്ലാനുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരത്തെ ഉള്ളത് ശക്തമായി തുടരുക, റിസർച്ച്, പിന്നെ കാർഷിക മേഖലയിലെ പ്രവൃത്തി, അതിന് വാല്യൂ ആഡഡ് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച്, അത്തരം കാര്യങ്ങൾ. അതിനൊപ്പം നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? പുതിയ തരത്തിൽ ഗ്രീൻ ഇൻഡസ്ട്രീസ് ധാരാളം വരുന്നുണ്ട്. ഈ നമുക്ക് കേരളത്തിൻ്റെ ഒരു പരിമിതിയല്ല, നമ്മൾ സാധാരണ പിന്നെ അധികം സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യം, റെഡ് സോണിൽ വരുന്ന ഇൻഡസ്ട്രി നമുക്കധികം പറ്റില്ല. കാരണം കെമിക്കൽ ഇൻഡസ്ട്രി അതൊക്കെ വലിയ പൊള്യൂട്ടിങ് ഇൻഡസ്ട്രിയില്ല. പക്ഷേ ഇപ്പോൾ നോളജ് ഇൻഡസ്ട്രിയുടെ കാലമാണ്. പുതിയ തരത്തിലുള്ള വലിയ സാധ്യതകൾ പലതും അത്തരത്തിലുള്ള സാധ്യത, അതിന് നമുക്ക് ഇവിടെ സാധ്യത ഒരുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ പഠനം, ഗവേഷണം, ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു ഇൻഡസ്ട്രി, ദെൻ മാർക്കറ്റിംഗ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട പരിപാടി പറഞ്ഞേക്കുന്നത് മേക്ക് ഇൻ കേരള എന്ന് പറഞ്ഞൊരു വലിയ പ്രൊജക്റ്റാണ്. മേക്ക് ഇൻ കേരളയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രീസിന് 6,000-8,000 കോടി ഒക്കെ ഒരു 5 ഇയർ പ്ലാനിൽ അല്ലെങ്കിൽ അടുത്ത 4 വർഷം കൊണ്ടുണ്ടാവും. അതിൻ്റെ കൂടെ 1,000 കോടി രൂപയും കൂടി ആ മേക്ക് ഇൻ കേരളയ്ക്ക് ഇൻഡസ്ട്രി, കാർഷിക മേഖല എല്ലാം കൂടുതൽ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അതിനകത്തൊരു 100 കോടി ഈ വർഷം തന്നെ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കണക്കുകളതിൽ പറഞ്ഞിട്ടുണ്ട്. CDS ഒരു പ്രാഥമിക സ്റ്റഡി നടത്തി, നമ്മൾ സ്റ്റഡി വെച്ചതാണ്. അതിനകത്ത് 1,30,000 കോടിയോളം രൂപയുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ഏകദേശം 70,000 കോടി രൂപയുടെ സാധനം കയറ്റുമതി ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? വലിയൊരു ട്രേഡ് ഗ്യാപ്പ് ഉണ്ട്. കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ച വേറെ പ്രത്യേകതയുണ്ട്. 1ാം സ്ഥാനം റബ്ബർ ഷീറ്റിനാണ്, അല്ലെ ലാറ്റക്സിനാണ്. ദാറ്റ് മീൻസ് നമ്മൾ കയറ്റി അയക്കുന്നത് കൂടുതലും അസംസ്കൃത പദാർത്ഥങ്ങളാണ്, ഫിനിഷിങ് വരുന്നില്ല. അപ്പം നമ്മളൊരു 20% അതിന് ടാപ്പ് ചെയ്താൽ, ഈ ട്രേഡ് ഗ്യാപ്പിൻ്റെ പുറത്തുനിന്ന് വരുന്നതിന് 20% ടാപ്പ് ചെയ്താൽ 14,000 കോടി 15,000 കോടി വരും. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് ഞാനീ പറഞ്ഞ കേരളത്തിൻ്റെ 3 പ്രോഡക്റ്റ്, അഗ്രികൾച്ചർ, അത് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ സർവീസ്, പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ഒരു വരുമാനം വരുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ പദ്ധതി. അതിനകത്ത് പലിശ സബ്സിഡി, മറ്റ് സപ്പോർട്ട്, വർക്കിംഗ് ക്യാപിറ്റലോടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് നേരത്തെ 1,00,000 സംരംഭങ്ങൾ, അതുപോലെ പൊതുമേഖല ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും അത് വെച്ചിട്ടുണ്ട്. അതുപോലെ വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട സോണായിട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ പറയുന്നതും ഭാവിയിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രോത്ത് ഇഞ്ചനാവുന്ന സെൻറ്റർ വിഴിഞ്ഞവും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളായിരിക്കും. കാരണം അതിനകത്ത് 60-70 കിലോമീറ്റർ നീളം വരുന്ന കോറിഡോർ,
അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇവിടുന്ന് ഈ ഒരു വ്യവസായം വന്നാൽ, ഒരു ഷിപ്പ് തുറമുഖം വന്നാൽ സാധനം കയറ്റിയിറക്കി പോലല്ല പണി. അതിന് അനുബന്ധിച്ചിട്ടുള്ള ഇൻഡസ്ട്രീസ് വരണം. ഇപ്പോൾ ഷാങ്ഹായി ആയാലും സിംഗപ്പൂർ ആയാലും ദുബായ് ആയാലും ഒക്കെ വേൾഡിലെ വലിയ ട്രേഡ് സെൻറ്റേഴ്സ് ആവുന്ന അതിന് ചുറ്റുപാടും, പ്രത്യേകിച്ച് ഈ ഷാങ്ഹായി പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രിയൽ ഏരിയ വലുതായിട്ട് വേണം. ആ ഇൻഡസ്ട്രിയൽ ഏരിയ നല്ലതുപോലെ ഉണ്ടാകാൻ പറ്റുന്ന സൗകര്യങ്ങൾ വേണം. അതിനകത്ത് വളരെ പുതിയൊരു സമീപനം തന്നെയാണ് വെച്ചേക്കുന്നത്. കുറച്ചുകൂടെ ബ്രോഡായിട്ട് ആളുകൾക്ക് ഈ സ്ഥലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്, പ്രൈവറ്റ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ വ്യക്തികൾ. എനിക്ക് കുറച്ച് ഒരേക്കർ സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ അവിടെ ഒരു സെൻറ്റിന് 50,000 രൂപയോ 1,00,000 രൂപയാണ്, ഉള്ളിൽ സ്ഥലമാണ്. പക്ഷേ ഞാൻ ഈ സ്ഥലം ഈ ഇൻഡസ്ട്രിയൽ പാർക്കിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലത്തിന് നിങ്ങൾക്കറിയാം, ടെക്നോ പാർക്കൊക്കെ ഒരു 15 വർഷം മുമ്പ് ടെക്നോ പാർക്കിൻ്റെ അപ്പുറത്തൊക്കെ 1,000-2,000 രൂപയ്ക്ക് സ്ഥലം ഉണ്ടായിരുന്നുള്ള കാര്യം അറിയുന്ന ചിലരെങ്കിലും ഉണ്ടാവും ഇവിടെ. കാരണം അത്രയും ഇപ്പോൾ അവിടെ 10, 15, 20 ലക്ഷത്തിന് കിട്ടുമോ? അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് വരുന്ന ഏരിയയിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ആ ബെനിഫിറ്റിന് ആളുകൾക്കൂടെ ഗുണം വേണം. അവരെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ. അപ്പോൾ അവരെ കൂടി ചേർത്തുകൊണ്ട് ലാൻഡ് പൂളിങ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, വലിയ ടൗൺഷിപ്പുകൾ, അവിടെ ഇൻഡസ്ട്രി വരിക, അതിനുള്ള കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ 1000 കോടി രൂപ അവിടെ ആ റോഡ് എടുക്കാൻ വേണ്ടി മാത്രം. റോഡിൻ്റെ അത് ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്, അല്ല വെറും റോഡല്ല, വലിയ വിസ്താരമുള്ള റോഡാണ്. ആ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ചുറ്റുപാടും ഇത്തരം വ്യവസായങ്ങൾ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു ഇന്ത്യ എന്നുള്ള മൊബൈൽ ഫോണിൻ്റെ കയറ്റുമതിയുടെ ഒരു കണക്ക് കണ്ടല്ലോ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റി അത് ചെയ്യുന്നു. അല്ല, ഇതുപോലെ പല വ്യവസായങ്ങളും വരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പാർക്കുകൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ മേഖലകളിൽ ഈ വ്യവസായത്തിൻ്റെ മേഖലയെ പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റു പല വ്യവസായങ്ങളും ഓരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പം നഴ്സിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും ഹെൽത്ത് സെക്ടറിൻ്റെ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ നല്ലതുപോലെ എല്ലാ സ്ഥലത്തും ഹെൽത്തിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ മലയാളികളുണ്ട്, കേരളക്കാരുണ്ട്. വാസ്തവത്തിൽ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ അവിടുന്ന് തിരിച്ച് കേരളത്തിലെ ഒരു ഹബ്ബാക്കാൻ വേണ്ടി ഒരു സങ്കല്പം നമ്മൾ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്. കൂടുതൽ നല്ല ആശുപത്രികൾ, പുറത്തുനിന്നുള്ള ആളുകളടക്കം വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുന്നത് ഭാവിക്ക് പറ്റിയതാണ്. കാരണം നല്ലൊരു സ്ഥലം എന്ന നിലയിൽ ആളുകൾക്ക് വരാൻ പറ്റുന്നതാണ്. നല്ല ആരോഗ്യ പ്രവർത്തകരുണ്ട്. അതിനൊരു കേരളത്തെ ഒരു ഹെൽത്ത് ഹബ്ബാക്കുന്ന തരത്തിലേക്കുള്ളൊരു പരിപാടി. അതിനൊപ്പം വേണം 25 നഴ്സിംഗ് കോളേജുകൾ തുടങ്ങാനുള്ള കാര്യം കൂടി ആലോചിക്കുന്നത്. 25 നഴ്സിംഗ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാർക്ക് ലോകത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ പോലും പല സ്ഥലത്തും വേണ്ടത്ര കിട്ടുന്നില്ല. എന്തായാലും കേരളത്തിന് പുറത്തേക്ക് ധാരാളം സാധ്യതയുണ്ട്. വേണ്ടത്ര ക്വാളിഫൈഡ് ആയിട്ട് ആളെ കിട്ടുന്നില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അതിൻ്റെ കൂടെ എടുത്ത് പറയുകയാണ്. അതിനൊപ്പം ഈ കൂടുതൽ നല്ല ആശുപത്രികളെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ടും വെച്ചിട്ടുണ്ട്. ഗവേഷണത്തിൻ്റെ കാര്യത്തിലും പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സർവകലാശാലകളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ മാത്രം എല്ലാം കണ്ടൊക്കെ പഠിക്കുകയല്ല, ലോകത്തെ കാര്യങ്ങൾ പഠിക്കാൻ അങ്ങോട്ട് പോകണം. അവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് വരണം, അവിടുത്തെ അധ്യാപകർ ഇങ്ങോട്ട് വരണം. അതിനാണൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും ഷോർട്ട് ടൈം എക്സ്ചേഞ്ച് പ്രോഗ്രാം ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിലും. അത് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അതിൻ്റെ വിജയമനുസരിച്ച് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. കാരണം എപ്പോഴും ഇപ്പോൾ സർവകലാശാലകളും ടെക്നിക്കൽ നല്ല കോളേജുകളുമായി ചുറ്റുപാടുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനുള്ള സ്കീം അതിനകത്ത് വെച്ചിട്ടുണ്ട്. സർവകലാശാലകളുടെ പ്രവർത്തനം അക്കാര്യത്തിൽ കൂടുതൽ ബെറ്റർ ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും ഉള്ള കാര്യങ്ങളെടുത്ത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വർക്ക് നിയർ ഹോമിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ പ്രവർത്തനം 2-3 സ്ഥലത്ത് ഇപ്പം തുടങ്ങാൻ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിലും അതിൻ്റെ ഫൈനലൈസേഷൻ വന്നിരുന്നു. 6 മാസം മുമ്പ് നമ്മൾ തീരുമാനിച്ചതാണ്. ഇപ്പോൾ വർക്ക് നിയർ ഹോം ഒരു വലിയ തോതിൽ 1,00,000 സീറ്റെങ്കിലും വർക്ക് നിയർ ഹോം എന്ന നിലയിലേക്ക് വരത്തക്ക വിധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു 10, 100, 200 സീറ്റുകൾ ഉണ്ടാക്കാവുന്ന സംവിധാനം. അതിനകത്ത് നമ്മുടെ സർക്കാർ ഏജൻസി നിന്ന് കിഫ്ബി വഴിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു സീറ്റിന് ഏകദേശം 1,00,000 രൂപ വരെ ചിലവാകുന്ന കണക്കാക്കുന്നത്. ഒരു 100 സീറ്റുള്ള ഒരു വർക്ക് നിയർ ഹോം സംഭവം ഉണ്ടായാൽ 1 കോടി രൂപ വേണ്ടി വരും. അത് മുഴുവൻ നമ്മൾ പണം കൊടുക്കുമെന്നല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുക്കും. അവിടെ ആളുകളൊന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാലേ ഫുള്ളായി കൊടുക്കും. അത് ലോൺ ബേസിസിലാണ് തിരിച്ചു കിട്ടും. അങ്ങനെയുള്ള ജോലി സാധ്യത ഉള്ള പല സ്ഥലങ്ങളുമുണ്ട്. ഞാനിത് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാം, ചാലക്കുടി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ ശ്രദ്ധിച്ചത്, അവിടെ ഒരു IT സംരംഭകനായ ചെറുപ്പക്കാരൻ, ഭാര്യയും ഭർത്താവും ഉണ്ട്, 2 പേരും. അവരുടെ കമ്പനിയിൽ ജോലി ചെയ്ത് നല്ല ലാഭം കിട്ടി. അവർക്ക് കാറുകൾ കൊടുത്തു എംപ്ലോയീസിന്. ഒരു സന്തോഷത്തിന് വേണ്ടി ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ജീവനക്കാർക്ക് കാറ് കൊടുക്കുന്നു എന്ന വാർത്ത ഒരു പത്രത്തിൽ വായിച്ചിട്ടാണ് ഞാനത് അന്വേഷിച്ചത്. എന്നിട്ട് ഞാൻ അവരെ വിളിച്ചു. കാരണം അവരുടെ ഒരു മോഡൽ എങ്ങനെയുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. IT മേഖലയിലെ പല സ്ഥാപനങ്ങളും അങ്ങനെയുണ്ട്. ഞാനിത് പറഞ്ഞത്
ശ്രീധർ വെമ്പു എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഇത്തരം ഗ്രാമീണ പ്രദേശങ്ങളിലെ ഇൻഡസ്ട്രി 10,000-10,000 കോടിയുടെ ടേൺ ഓവറുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട് തമിഴ്നാട്. വില്ലേജസിലാണ് ചെയ്യുന്നത്. വില്ലേജസാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പോൾ ഇതേപോലെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞത് നമ്മുടെ ഈ കൺവെൻഷനലായിട്ടുള്ള കാര്യം മാത്രമല്ല. ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് മറ്റൊന്നുമല്ല, ഇപ്പം കേരളത്തിലെ ഒരു വർഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് 4.6 ലക്ഷമായിരുന്നു ഒരു വർഷം. ഇപ്പം അത് 3.6 ലക്ഷം ഉള്ളൂ. അല്ല, ഇപ്പം 4.6 ലക്ഷമാണ്. അടുത്ത 10 വർഷം കഴിയുമ്പോൾ 3.6 ലക്ഷമാവും. ഇതിനകത്ത് ആ റേറ്റ് ഉണ്ട്. ഇത് ഞാൻ നമ്മുടെ ഈ ജനസംഖ്യാ പഠനങ്ങളുടെ രംഗത്ത് ശ്രദ്ധിക്കുന്ന ആളുകളിൽ നിന്ന് എടുത്ത കണക്കാണ്. 3.6 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നമ്മളെ ഈ പൊട്ടൻഷ്യൽ സപ്പോർട്ട് റേഷ്യോ എന്ന് പറയുന്നത് 4.5 നിന്ന് 3.4ലേക്കും 2.3ലേക്കും കുറയാം. അങ്ങനെ ആളുകളില്ലാതെ വരും. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാനും ഇവിടെ കൂടുതൽ വരാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന നിലയിലാണ് ഇത് ഓരോ മേഖലയിലും എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് സഹായകരമായ പ്രപ്പോസലുകൾ ഓരോ മേഖലയെ വെച്ചിട്ടുണ്ട്. അതിനൊപ്പം ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ സോഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വന്യജീവി മേഖല അതൊരു പ്രത്യേക പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. സാധാരണ പോലെയല്ല, ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതിൻ്റെയും അത് കേവലം വന്യമൃഗങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു എന്ന നിലയെ മാത്രം നമ്മൾ കാണുകയല്ല. എന്താണ് ഫോറസ്റ്റിനകത്തെ പ്രശ്നം? അവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ടാണോ, ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണോ? ആനയൊക്കെ ആട്ടിൻകൂട്ടത്തെ പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ടി വിയിലൊക്കെ നോക്കുമ്പോൾ ആടുകൾ ഇങ്ങനെ പോകുന്ന പോലെ ആന വരും. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, സൈക്കോളജിക്കലി ആൻഡ് പിന്നെ എൻവയോൺമെൻറ്റിലൊക്കെ ഉള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനും ആളുകൾക്ക് ധാരാളം അപകടം ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ടിന് വേണ്ടി പ്രത്യേകം പണം വെച്ചിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിനകത്ത് കൂടുതൽ അനലിറ്റിക്കൽ ലബോറട്ടറികൾ, സേഫ് ഫുഡ് ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്തും നമ്മുടെ പണം വലിയ തോതിൽ വെട്ടിക്കുറച്ചിരിക്കുന്ന സമയത്തും ഒന്നും കുറവ് വരാതെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് ടാക്സ് എപ്പോഴും നിങ്ങൾ വിമർശനപരമായി ചോദിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ തനതായിട്ടുള്ള നികുതി വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യുന്നത്? തനതായ നികുതി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ടുള്ള നികുതി വർധനയോടൊന്നും പറ്റില്ല. നമുക്ക് നികുതി വർദ്ധിപ്പിക്കാനായിട്ട് ആകെ പറ്റുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. സ്റ്റേറ്റിനാകെ നികുതി സ്പേസ് നോൺ ടാക്സ് റവന്യൂവിനകത്താണ് 5-6. അതൊന്നും വലിയതല്ല. പിന്നെ ടാക്സ് കിട്ടുന്ന മേഖലയിലെന്ന് പറഞ്ഞാൽ ആകെ ഇപ്പോൾ അവശേഷിക്കുന്നത് പെട്രോളും മദ്യവും, ഇങ്ങനെ 2 ഉള്ളൂ ആകെയുള്ള ടാക്സ് മേഖലയിൽ. ആകെയുള്ള നമ്മുടെ സംസ്ഥാന ടാക്സിൻ്റെ GSTയും സെയിൽ ടാക്സും കൂടെ വരുമ്പം ഈ മറ്റുള്ള രജിസ്ട്രേഷനും മറ്റുള്ളതൊക്കെ ഒഴിച്ചാൽ വരുന്ന ടാക്സിൻ്റെ ഒരു 45% വരുന്നത് ഈ 2 മേഖലയാണ്. അപ്പോൾ അതാണ് സ്പേസ് ഉള്ളത്. പിന്നുള്ള മറ്റ് മേഖലകളാണ്. അതിനകത്ത് ഇപ്പോൾ ചില ടാക്സ് പ്രപ്പോസൽസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അല്ല, കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കണം, സയൻറ്റിഫിക് ആക്കണം, കുറച്ചുകൂടി പരിശോധിക്കണം, അങ്ങനെ ചില നിർദ്ദേശങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വെച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യം ചെയ്തിട്ടുണ്ട്. അത് ടാക്സ് വർദ്ധിപ്പിക്കൽ മാത്രമല്ല ഗവൺമെൻറ് ചെയ്തത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്തെ GST വകുപ്പ് പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ എക്വിപ്പ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടത് 3 സിസ്റ്റമായിട്ട് വന്നു. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും പരിശോധനകളും ഒന്ന് വർദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഗുണങ്ങളുണ്ട്. നമുക്ക് ഓഡിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വേണം, ഇൻ്റലിജൻസ് വേണം. അല്ലാതെ വെറുതെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ട് പേപ്പർ തന്നാലൊന്നും ആരും കണക്ക് തരില്ല, അല്ലെങ്കിൽ അവരെല്ലാം ഇങ്ങനെ പറയില്ല. അപ്പോൾ അത് നോക്കാനുള്ള കൃത്യമായ റവന്യൂ ജനറേഷൻ്റെ ഓരോ വകുപ്പിലും നമ്മളിതിനകത്ത് നമ്മുടെ മൈനിങ് ആൻഡ് ജിയോളജി ആയാലും, നമ്മുടെ പിന്നെ മറ്റേ ഇലക്ട്രിസിറ്റി ആയാലും, മോട്ടോർ വെഹിക്കിൾ ആയാലും, ഓരോ മേഖലയിലും ഈ ടാക്സ് വർദ്ധിക്കാനുള്ള അതത് വകുപ്പിൻ്റെ പ്രവർത്തനം വേണം. പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ 10-25 വർഷമായി അത് നമ്മൾ കളക്ട് ചെയ്യുന്നതല്ല, ഗവൺമെൻറ് എടുക്കുന്നതല്ല. ഏത് ഈ പഞ്ചായത്തിന് കിട്ടുന്ന ടാക്സ് പ്രൊഫഷൻ ടാക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻഡ് ചെയ്താലേ കൂട്ടാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഞങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ധനകാര്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, പല സംസ്ഥാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വർഷമാകുമ്പോൾ അതിനകത്ത് കാലോചിതമായ പരിഷ്കാരം വരണം. അത് പഞ്ചായത്തിന് കിട്ടേണ്ട വരുമാനമാണ്. സർവീസ് ടാക്സുകൾ പലതും പഞ്ചായത്തിന് കിട്ടേണ്ട കാര്യമാണ്, പ്രോപ്പർട്ടി ടാക്സ് അടക്കമുള്ള. ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും ടാക്സിൻ്റെ കാര്യമാണ് അദ്ദേഹം കൂടുതൽ എടുത്തു പറഞ്ഞത്. ടാക്സ് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ടാക്സ് നികുതി പിരിവ് കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.